കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില ദോഷങ്ങൾ പാർട്ട് 1. എന്റെ ദൈവങ്ങളെ, ഈ പെങ്കൊച്ചി കുലം മുടിക്കും. പൊന്നുമക്കളെ, നിന്നോട് മുത്തശ്ശി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടടി ഇത്ര സന്ധ്യക്ക് തലപോതല്ലേ എന്ന്. അല്ല, അതെന്തോ നടത്തിരിക്കുന്നത്? നഖം വെട്ടി. വന്ന് കയറിയ മഹാലക്ഷ്മി ഇതാ പറമ്പ് വഴി ഓടും. തലകോതി ഒട്ടിച്ചതും പോലെ നഖം കൂടെ വെട്ടി ഓടിക്കണം. നിനക്കൊക്കെ എന്ത്? എന്റെ കുലം മുടി കുടുംബത്തിന്റെ ഐശ്വര്യം മൊത്തം നശിക്കും. തള്ളയുടെ മോള് തന്നെടി നീ. അനുസരിക്കരുത്. കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കല്ലേ എന്ന് പറഞ്ഞ നീ അനുസരിക്കരുത്. ഈ വീടിന്റെ ഗ്രഹനാഥൻ നിന്റെ പൊന്നുമോ, നിന്റെ അച്ചാടി അതിന്റെ കേട്. എന്റെ മോൻ ചെത്താൻ നിനക്ക് അതിന്റെ തള്ളയ്ക്ക് വന്നല്ലേ? ശരി. എടി മക്കളെ, അമ്മൂമ്മയ്ക്ക് അറിയാത്തോണ്ട് ചോദിക്കുവാണ്. നിനക്ക് ചെവി കേട്ടൂടെ? നിന്റെ അടുത്ത് ഞാൻ ഇതും കൂടെ കൂട്ടി എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് ഈ പൊട്ടിയ കണ്ണാടി വെച്ച് മുഖം നോക്കല്ലേ എന്ന്. വീടിന് ദോഷമാണ് മക്കളെ, അങ്ങനെ നോക്കാൻ പാടില്ല. കണ്ണാടി പൊട്ടിയാൽ അപ്പ കളയണം. പിന്നെ അത് വെച്ച് മുഖം നോക്കരുത്. എടുത്ത് കള. ദോഷമാണത് ദോഷം. മക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നിയാലും അമ്മൂമ്മയ്ക്ക് പ്രശ്നമല്ല. നടക്കൂല. എന്റെ വീട്ടിൽ നീ വെള്ളിയാഴ്ചയിട്ട് ഇറങ്ങി പോകാൻ പറ്റൂല. പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മൂമ്മ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, കാലമൊക്കെ മാറില്ലേ? ഇല്ല. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റൂല. മഹാദോഷമാണത്. വെള്ളിയാഴ്ച പോകാൻ പറ്റൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച വയ്ക്കും. അല്ല പിന്നെ മഹാദേവ. ആഹാ, നിങ്ങൾക്കത് വെറും പൂച്ചയായിരിക്കും. നമ്മക്കത് യമദേവന്റെ ദൂതൻ. ഒരു സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങുമ്പം പൂച്ച വട്ടം ചാടിയ പിന്നെ പോകാൻ പാടില്ല. പറ്റില്ല. എന്റെ യമദേവോ,